അതില് ആ സ്തോത്രങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ആചാര്യസ്വാമിജികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് സഗുണ ഉപാസനയിലൂടെ, സാകാര പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ നിർഗുണമായ ഭാവം സാധാരണക്കാരന്റെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാപിക്കാൻ, പ്രതിഷ്ഠിക്കാൻ സാധിക്കുമെന്ന ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ചില ശ്ലോകങ്ങളെ എത്രത്തോളം ചെയ്യാൻ സാധിക്കും സമയമനുസരിച്ച് ചില ശ്ലോകങ്ങൾ എടുത്ത് പറയാം. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം, ആചാര്യസ്വാമിജികളുടെ സ്തോത്രങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓരോ സ്തോത്രത്തിലും അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അതെന്ന് പറയുന്നത് ആ സ്തോത്രത്തിലെ സാകാര വർണ്ണനയും സാഹിത്യവും ചേർക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, തുടക്കത്തിലോ ഒടുക്കത്തിലോ മധ്യത്തിലോ എവിടെയെങ്കിലും അദ്വൈത ചിന്തയുടെ ഒരു രഹസ്യം, ഒരു കാര്യം, അദ്വൈത ചിന്തയുടെ ഒരു പ്രതിപാദനം അതിലുണ്ടാകും. അത് വച്ചിട്ട് ആചാര്യ പരമ്പരയിൽ വന്ന ശ്ലോകമാണ് അതെന്ന് നമുക്ക്, ആ സ്തോത്രമാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കും. അപ്പൊ സാധാരണ സാഹിത്യത്തിൽ വരുമ്പോ, സാഹിത്യത്തില് നമുക്കറിയാമല്ലോ, സാഹിത്യത്തിലുള്ള ശൃംഗാരാദി രസങ്ങളൊക്കെ വരുമ്പോ അതിന്റെ ശാന്തരസം ഒന്നുണ്ട്. അപ്പൊ സാഹിത്യ രീതിയിൽ നോക്കുമ്പോ രസവൈരുദ്ധ്യങ്ങളുണ്ട്. എന്താ ഇപ്പോ ശൃംഗാരരസവും ശാന്തരസവും അല്ലെങ്കിൽ മറ്റ് രസങ്ങളുമായിട്ടുള്ള പരസ്പര വൈരുദ്ധ്യമൊക്കെ നിങ്ങൾക്ക് അറിയാം സാഹിത്യമായിട്ടുള്ള രീതിയിൽ. പക്ഷേ ഈ സ്തോത്രങ്ങളിലാകുമ്പോ അവിടെ ഭാവത്തെ മുൻനിർത്തി പറയുന്നത് കൊണ്ട് സാഹിത്യ രീതിയിലെ സ്തോത്രങ്ങൾ എഴുതുന്ന കവികള്, പണ്ഡിതന്മാര്, വേറെ കവികൾ അനേകം പേര് എഴുതിയിട്ടുണ്ട്. പല ഋഷിമാരുടെ പേരിലും സ്തോത്രങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ സാഹിത്യ വർണ്ണന രീതിയിൽ പോകുമ്പോ താത്വികമായ കാര്യങ്ങൾ അവർ പറയാൻ തയ്യാറാകുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണ്? സാഹിത്യജ്ഞാനത്തിന്റെ വ്യവസ്ഥയിൽ അവിടെ മറ്റ് ഭാവങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് ശാന്തരസമോ മറ്റു രസങ്ങളോ തത്വവിജ്ഞാനമോ ഒക്കെ കൊണ്ടുവന്നാൽ അത് ആ രചനാ രീതിയിൽ എന്താ പറയാ, ഒരു വിരുദ്ധമായിട്ടുള്ള, ഒരു അംഗീകരിക്കാത്തതാണ്, അല്ലാത്തതായിട്ട് തോന്നുന്ന ഒരു ഭാവം ഉണ്ടാവുമോ എന്ന് സംശയിച്ചായിരിക്കാം അവൻ അത്തരം സ്തോത്രങ്ങളില് വേദാന്ത തത്വങ്ങളോ അങ്ങനെയുള്ള അതൊന്നും ഉൾപ്പെടുത്താൻ തയ്യാറാകാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അതിന് വർണ്ണിക്കാം. അപ്പൊ ഇത് സാമാന്യമായിട്ട് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് സാഹിത്യവും തമ്മിലുള്ള ഭേദം. അപ്പൊ ഇത് ആചാര്യസ്വാമിജികളുടെ സ്തോത്രങ്ങളില് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. അദ്ദേഹം സാഹിത്യത്തിന്റെ വർണ്ണനയോടൊപ്പം തന്നെ താത്വികമായ ഭാവങ്ങളും തത്വജ്ഞാനവും വേദാന്തവും വേദാന്തത്തിന്റെ സാങ്കേതികമായിട്ടുള്ള സൂചനകളുമൊക്കെ അവിടെ പറയുന്നു എന്നുള്ളത്. അതിലൂടെ ആ സ്തോത്രം വായിക്കുന്ന, ആ ചൊല്ലുന്ന ഒരു മനുഷ്യന് അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഭാവത്തെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. അതിന്റെ സ്തോത്രത്തിന്റെ താല്പര്യം എന്ന രീതിയിൽ അത് മാറ്റാൻ സാധിക്കും. അപ്പൊ ഇതൊരു സവിശേഷതയാണ്. പിന്നെ നമ്മൾ സ്തോത്രങ്ങളുടെ സ്വഭാവത്തിലേക്ക് കടന്നാൽ പലതും അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. അതായത് സ്തോത്ര ക്രമരീതി അല്ലെങ്കിൽ അതിന്റെ രചനാരീതിയൊക്കെ നോക്കുമ്പോ ഈ ഭുജംഗപ്രയാതം എന്നുള്ള വൃത്തത്തില് ഗണേശ ഭുജംഗപ്രയാതം തുടങ്ങി ശിവഭുജംഗപ്രയാതം, ദേവി ഭുജംഗപ്രയാതം, രാമഭുജംഗപ്രയാതം, ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും പേരിൽ ഭുജംഗപ്രയാത വൃത്തത്തിലെ സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ ഭുജംഗപ്രയാത വൃത്തം, ആ ഛന്ദസ് ഒരു വേള ആചാര്യർക്ക് വളരെ രസിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഛന്ദസ്സാണോ എന്ന് നമുക്ക് തോന്നും. കാരണം മറ്റ് കൃതികളെ നമ്മൾ നോക്കുമ്പോൾ, മറ്റ് സാഹിത്യങ്ങൾ അതിന് മുമ്പുള്ളത് നോക്കുമ്പോൾ ഭുജംഗപ്രയാത വൃത്തത്തില് ഇത്രയധികം സ്തോത്രങ്ങൾ ഇങ്ങനെ രചിച്ചതായിട്ട് കാണുന്നു. അപ്പൊ ഈ ഭുജംഗപ്രയാതം എന്ന വൃത്തത്തിന്റെ പേര്, അത് വൃത്തത്തിന്റെ പേരാണല്ലോ.
ആ പേരിലുള്ള സ്തോത്രങ്ങൾ അങ്ങനെ തന്നെ പ്രസിദ്ധമായത് ആചാര്യസ്വാമിജികളുടെ ഈ സ്തോത്രങ്ങൾക്ക് ശേഷമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. മറ്റ് സാഹിത്യങ്ങളില് ഭുജംഗപ്രയാണ വൃത്തത്തിന് ശ്ലോകങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് സ്തോത്ര രീതിയിൽ ഇത്രയും മാധുര്യത്തോടുകൂടി മനോഹരമായിട്ടുള്ള സ്തോത്രങ്ങളായിട്ട് ആചാര്യസ്വാമിജികൾക്ക് ശേഷം വന്നതായിട്ട് തോന്നുന്നു. കാരണം അങ്ങനെയാണ് അത് പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പൊ ഈ ഭുജംഗപ്രയാണ വൃത്തം ആചാര്യസ്വാമിജികളുടെ ഒരു സവിശേഷതയാണെന്ന് പറയാം. അതുപോലെ നമ്മൾ പറയുമ്പോ ഈ കേശാദിപാദ വർണ്ണനം, പാദാദികേശ വർണ്ണനം, ഇങ്ങനെ രണ്ട് രീതി ഉണ്ടല്ലോ. അപ്പൊ കേശാദിപാദ വർണ്ണനവും പാദാദികേശ വർണ്ണനവും സാകാര രൂപത്തിൽ ഇഷ്ടദേവനെ, ആ ധ്യേയമായിട്ടുള്ള ഇഷ്ടദേവനെ ധ്യാനിക്കാനുള്ള വിധിയാണ്. ഒരു പൂജകൻ അല്ലെങ്കിൽ ഒരു അർച്ചകൻ, ഒരു ഉപാസകൻ പൂജ ചെയ്യുമ്പോ ആ പൂജയിലെ ഇഷ്ടദേവനെ ആരെ ആണോ പൂജിക്കുന്നത് ആ ഇഷ്ടദേവനെ ധ്യാനിക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ധ്യാനിക്കാൻ സഹായമാകുന്ന ഒരു ഭാവന അയാളുടെ ഉള്ളിലുണ്ടാകണം, ഒരു ചിത്രീകരണം ഉണ്ടാകണം. നമുക്കറിയാം, ഇന്ന് നമുക്ക് കിട്ടുന്നത് പോലെ ഓയിൽ പെയിന്റിലും അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വന്നിട്ട് അടുത്ത കാലങ്ങളിലാണ് ഇതൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത്. അന്ന് വരച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. വരച്ച ചിത്രങ്ങളുടെ രൂപമൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് അറിയില്ല. എന്നാൽ ആചാര്യസ്വാമിജികളുടെ കാലത്ത് ഈ വരച്ച ചിത്രങ്ങളും തുലവും കുറവായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആചാര്യസ്വാമിജികള് ഈ കേശാദിപാദ വർണ്ണന തുടങ്ങിയിട്ടുള്ള സ്തോത്രങ്ങൾ രചിച്ചത് ഉപാസകരെ സഹായിക്കാനും സാധാരണ ധ്യാനമൊക്കെ ചെയ്യുന്നവർക്ക് ഭഗവാന്റെ രൂപം മനസ്സിന് ശരിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ലോകശങ്കരനായിരുന്നു, ജഗദ്ഗുരുവായിരുന്നു. അപ്പൊ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, അവരുടെ മാനസികാവസ്ഥയെ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടാവണം ഈ ഒരു വർണ്ണന കൊണ്ടുവന്നു. ഇപ്പൊ കേശാദിപാദ പൂജ, പാദാദികേശ പൂജ ഒക്കെ ചെയ്യുന്ന ഒരു വിധിയുണ്ട്. അത് മറ്റൊരു വിഷയം. ആ വിധി ഉണ്ടെങ്കിൽ തന്നെ ആ വിധി അനുസരിച്ചിട്ടുള്ള വിസ്താരം, മന്ത്രങ്ങള്, അങ്ങനെയൊക്കെ ഉള്ള വിസ്താരങ്ങളുണ്ട്. ഇപ്പോ ഭഗവാൻ വിഷ്ണുവിന്റെയും കൃഷ്ണന്റെയും ഇങ്ങനെയൊക്കെ പൂജയൊക്കെ അവിടെ ചെയ്യുന്നതായിട്ട് കാണും. അപ്പൊ ഈ ഒരു വിഷയവും, ഈ കേശാദിപാദ പാദാദികേശ വർണ്ണന തുടങ്ങിയിട്ടുള്ള ഒരു വിഷയവും ആചാര്യസ്വാമിജികളുടെ സ്തോത്രങ്ങളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. അതുപോലെ അക്ഷരമാലാ സ്തോത്രങ്ങൾ, ഇപ്പൊ പഞ്ചാക്ഷരി സ്തോത്രം തുടങ്ങിയിട്ട് പിന്നെ സുവർണമാല, മാലാസ്തുതി, അത് പിന്നെ പഞ്ചദശാക്ഷരിയുടെ അതുപോലെ തന്നെയുള്ള സ്തോത്രങ്ങൾ, ഈ വർണ്ണമാലാ സ്തോത്രങ്ങളും. അപ്പൊ ഈ വർണ്ണമാലാ സ്തോത്രങ്ങളുടെ ഒരു പിന്നെ നമ്മൾ നോക്കുമ്പോൾ അതില് മന്ത്രമാതൃക വരുന്ന സ്തോത്രങ്ങളുണ്ട്, മന്ത്രാക്ഷരങ്ങൾ വരുന്നു. അതെന്തിനാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ശാസ്ത്രീയമായിട്ട് തന്നെ അത് പറയാൻ സാധിക്കുക. ഈ മന്ത്രങ്ങള് ദീക്ഷാമുഖേനയാണ് സ്വീകരിക്കേണ്ടത്. അപ്പോ ഏതൊരു മന്ത്രവും അത് പഞ്ചാക്ഷരി തന്നെ ആകട്ടെ, പഞ്ചാക്ഷരി വൈദികമായിട്ടും പൗരാണികമായിട്ടും സ്മാർത്ഥമായിട്ടും രണ്ട് രീതിയിലും പഞ്ചാക്ഷരിയുടെ പ്രയോഗമുണ്ട് നമുക്കറിയാം. അതുപോലെ അഷ്ടാക്ഷരിയും നവാക്ഷരിയുമായിട്ടുള്ള മന്ത്രങ്ങളിലൊക്കെ അത്തരം പ്രയോഗങ്ങളുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഈ മന്ത്രങ്ങൾക്ക് ദീക്ഷ വേണമെന്നാണ്. അത് ഗുരുദീക്ഷ സ്വീകരിച്ചിട്ട് വേണം മന്ത്രങ്ങള് അതിന്റെ വിദ്യാവണ്ണം ജപിക്കാനും അതിനെ പ്രയോഗിക്കാനും. ആ ദീക്ഷയ്ക്ക് ചില അധികാര യോഗ്യതകളും, അതായത് എല്ലാവർക്കും ദീക്ഷ ലഭിക്കുന്നില്ല, യോഗ്യരായ ഗുരുവിനെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് തന്നെ അതിന് യോഗ്യരല്ല. അങ്ങനെയുള്ള അവസ്ഥ വന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോ ഒരു ദീക്ഷാമന്ത്രത്തിനെ സ്വീകരിക്കാനും അതിനെ പ്രയോഗിക്കാനും ഒക്കെയുള്ള നിയമങ്ങളുണ്ടല്ലോ.
ആ വലിയ നിയമങ്ങൾ, കഠിനമായിട്ടുള്ള നിയമങ്ങൾ പരിപാലിക്കാൻ സാധിക്കാത്തവരുണ്ട്. അപ്പൊ അവരെങ്ങനെ ഭഗവാനെ ഭജിക്കും? നോക്കാൻ സാമൂഹ്യമായി ചിന്തിക്കുമ്പോ, ജനതയെ മുഴുവനും എടുത്തു ചിന്തിക്കുമ്പോ, ഒരു ആചാര്യസ്വാമിജികളെ പോലുള്ള ഒരു മഹാപുരുഷന്റെ മനസ്സിൽ വരുന്ന ഒരു ഭാവനയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മള് രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സംസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു ഭാവനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ അധികാരം അനുസരിച്ച് ഭഗവാനെ ഭജിക്കാനും അനുഭവിക്കാനും അനുഗ്രഹം സ്വീകരിക്കാനും ഒക്കെ സാധിക്കണം എന്ന ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മന്ത്രങ്ങളുടെ അർത്ഥം, ആ മന്ത്രങ്ങളുടെ താല്പര്യം വരുന്ന രീതിയിൽ, അതിന്റെ അതേ പ്രയോജനം വരുന്ന രീതിയിൽ അതിനൊരു വൈകല്പികമായ മാർഗം ഉണ്ടാക്കണമെന്നത് സത്യമാണ്. അപ്പൊ ഒരു വേള ആചാര്യസ്വാമിജികള് അങ്ങനെ ചിന്തിച്ചിട്ടാവണം ഈ മന്ത്രാക്ഷര സ്തോത്രങ്ങൾ ഉണ്ടായി. ഈ മന്ത്രാക്ഷര സ്തോത്രങ്ങൾ ജപിക്കാൻ ദീക്ഷ വേണമെന്ന് പറയുന്ന ഒരു പക്ഷവും ഉണ്ട്. പക്ഷെ നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ളത് ആചാര്യസ്വാമിജികളായി രചിക്കപ്പെട്ട സ്തോത്രങ്ങള്, അതുപോലെ ആചാര്യന്മാരാൽ രചിക്കപ്പെട്ട സ്തോത്രങ്ങൾ, മറ്റ് വൈഷ്ണവാചാര്യന്മാരും അനേകം സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ സ്തോത്രങ്ങൾക്കൊന്നും ദീക്ഷാമുഖേന സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് പൗരാണികമായിട്ടോ അല്ലെങ്കിൽ കൃതിയുടെ രീതിയിൽ സ്തോത്രങ്ങളായിട്ടോ കവിതകളായിട്ടോ സ്തുതിയായിട്ടോ വരുന്നതാണ്. അത് കർമ്മകാണ്ഡത്തിലോ ഉപാസനാകാണ്ഡത്തിലോ പ്രായോഗിക വിധിയിൽ വരുന്നതല്ല, പ്രയോഗ വിധിയിൽ വരുന്നതല്ല, വിനിയോഗ വിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് സ്തോത്രാദി ഗ്രന്ഥങ്ങൾക്ക് പ്രത്യേകമായിട്ട് ദീക്ഷയുടെ ആവശ്യമില്ല എന്ന് പറയും. അതുപോലെ ഋഷി ഛന്ദസാദികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച സൗന്ദര്യലഹരി 21 കൊറോണ സമയത്ത് സൗന്ദര്യലഹരിയുടെ ആ യജ്ഞം നമ്മൾ ചെയ്തപ്പോ ദക്ഷിണാമനായ ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ, ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ ഇത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചു തന്നതാണ്. നമുക്ക് ഉറപ്പ് തന്നു എല്ലാവർക്കും അങ്ങനെ ജപിക്കാവുന്നതാണ്. അപ്പൊ അത് ഒരു പ്രമാണമായിട്ട് നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഇത് വ്യക്തമാണ്. ആചാര്യസ്വാമിജികൾ ആ ജനതയോടുള്ള തന്റെ സംസ്കാരത്തിൽ എല്ലാം നിൽക്കുന്ന അവരെ വീണ്ടും ഇതിനോട് ചേർക്കാൻ, അവർക്ക് ഭക്തി വരാൻ, ദീക്ഷ സ്വീകരിക്കാൻ സാധിക്കാത്തവർ എങ്ങനെ ഈ മന്ത്രാർത്ഥങ്ങളൊക്കെ, മന്ത്ര പ്രയോജനങ്ങള് സാധിക്കും എന്ന് ചിന്തിച്ച് അദ്ദേഹം ആ മന്ത്രങ്ങളെയൊക്കെ രഹസ്യമായി ഉൾപ്പെടുത്തി. ഇപ്പോ ഈ വർണ്ണമാലാ സ്തോത്രങ്ങളിലെല്ലാം മന്ത്രങ്ങൾ തന്നെ അടുത്തു വച്ചിരിക്കുകയാണ്, ചേർത്ത് വച്ചിരിക്കുകയാണ്. ഇപ്പൊ കല്യാണ സ്തവത്തിലൊക്കെ പഞ്ചദശാക്ഷരി മന്ത്രങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ മന്ത്രങ്ങൾ അങ്ങനെ തന്നെ വച്ച് അതിനെ സ്തോത്ര രൂപത്തിൽ രൂപപ്പെടുത്തിയപ്പോ വിദ്യാരണ്യ മുനിസ്വാമിജികള് ഉപനിഷത്തുക്കൾ പഠിക്കാൻ സാധിക്കാത്തവർക്ക് അനുഭൂതി പ്രകാശം പോലുള്ള ഗ്രന്ഥം രചിച്ചതുപോലെ ആ പരമ്പര നമ്മൾ നോക്കുക. ആചാര്യസ്വാമിജികളുടെ പരമ്പരയിൽ വന്ന വിദ്യാരണ്യ സ്വാമിജികളും അതേ കാര്യം മറ്റൊരു രീതിയിൽ ചെയ്തു. ഇന്ന് മഠങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാവർക്കും വേണ്ടി ഈ അനുഭൂതി പ്രകാശം പോലുള്ള ഗ്രന്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സ്കന്ദ പുരാണത്തിലെ സൂതസംഹിത. അപ്പോൾ വേദാന്ത ശാസ്ത്രം വൈദികമായ പ്രക്രിയയിൽ പഠിക്കാൻ സാധിക്കാത്തവർക്ക് അത്തരം പൗരാണികമായതും അതുപോലെ ഈ ആചാര്യന്മാരാൽ രചിക്കപ്പെട്ടതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കൂടെ അത് തന്നെ മനസ്സിലാക്കാം. പ്രയോജനം അത് തന്നെയാണ് ലഭിക്കുക. അപ്പൊ അതാണ് മറ്റൊരു സവിശേഷത ഈ സ്തോത്രങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ ആ സ്തോത്രങ്ങളിലെ വർണ്ണമാല വിഷയത്തിൽ ഉണ്ടാക്കിയ സ്തോത്രങ്ങൾ. അപ്പൊ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് ഇപ്പൊ അതൊരു സമ്പ്രദായം പോലെ തന്നെ ആയിട്ടുണ്ട്. അതത് മന്ത്രങ്ങൾ ചൊല്ലുന്നതോടൊപ്പം അതിന്റെ മുൻപോ അല്ലെങ്കിൽ പിൻപോ ഈ അക്ഷരമാലാ സ്തോത്രങ്ങൾ കൂടി ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ ജപിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ദോഷം എന്നൊക്കെ പ്രായശ്ചിത്തം എന്നൊക്കെ നമ്മൾ പറയുന്ന അതെല്ലാം പൂർണ്ണമാകുന്ന. ഇപ്പൊ യദക്ഷരം മതം ഭ്രഷ്ടം മാത്രാഹീനം ഭവേദം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അവസാനം. അത് മാതിരിയുള്ള ഒരു പ്രയോജനം ഇതിന് സിദ്ധിക്കുമെന്ന് നമ്മുടെ ഗുരുക്കന്മാര് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സമ്പ്രദായം വന്നു. അപ്പൊ ഈ മന്ത്രാക്ഷര സ്തോത്രങ്ങള്
ആചാര്യസ്വാമിജികളുടെ ആ രീതിയിലുള്ള ഒരു മഹത് കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിലെ പലപ്പോഴും ഇത്തരം സ്തോത്രങ്ങളുടെ ജപത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ സ്തോത്രങ്ങളൊക്കെ ജപിക്കാൻ ദീക്ഷ വേണമോ വേണ്ടയോ എന്ന്. തീർച്ചയായിട്ടും പറയാം, ആചാര്യസ്വാമിജികളാൽ രചിക്കപ്പെട്ട സ്തോത്രങ്ങള് ശുദ്ധിയോടും അതിൻ്റെതായിട്ടുള്ള നിത്യ ആചാര പ്രകാരമുള്ള ശുദ്ധികൾ നമുക്ക് വേണം. അത് അമ്പലത്തിൽ പ്രവേശിച്ച് ഭഗവാനെ വന്ദിക്കണമെങ്കിലും ആ ശുദ്ധി നമുക്ക് വേണം. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അല്ലെങ്കിൽ എവിടെയാണ് ജനിക്കുന്ന ക്ഷേത്രശുദ്ധി, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് ഒഴിവാക്കി അതല്ലാതെ മറ്റ് ദീക്ഷാക്രമങ്ങളും മറ്റ് അനുഷ്ഠാനങ്ങളൊന്നും സ്തോത്ര പഠനത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്ന് തന്നെ. അപ്പൊ അത് ഒന്നുകൂടി നമുക്ക് അവിടെ ഉറപ്പിച്ച് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു അദ്ഭുതമായിട്ടുള്ള കാര്യം ആചാര്യസ്വാമിജികൾ ചെയ്തിട്ടുള്ളത്, ഈ ഉപചാര പൂജകൾ. ഇപ്പോ നമുക്കറിയാം, ദേവി ചതുഷ്ഷഷ്ടി ഉപചാര പൂജാ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അപ്പൊ ഈ ഉപചാര പൂജകള് 64 ഉപചാരങ്ങൾ നമുക്കറിയാം. പഞ്ചോപചാരത്തിൽ തുടങ്ങി പഞ്ചോപചാരം, ഷോഡശോപചാരം, അങ്ങനെ ഉപചാരങ്ങൾ ക്രമത്തിലുണ്ട്. അതിലെ ഏറ്റവും വിസ്തൃതമായതാണ് ചതുഷ്ഷഷ്ടി ഉപചാരം എന്ന് പറയും. ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി എന്ന് നമുക്ക് പിന്നെ ലളിതാ സഹസ്രനാമത്തില് പറയുന്ന ആ ഒരു ഉപചാരം. അപ്പൊ ചതുഷ്ഷഷ്ടി ഉപചാര പൂജയുടെ ഒരു സ്തോത്രം തന്നെ ആചാര്യസ്വാമിജികൾ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം എങ്ങനെയല്ല എന്തെല്ലാം രീതിയിലായിരിക്കും അത് ചിന്തിച്ചിരിക്കുക. അപ്പൊ ചതുഷ്ഷഷ്ടി ഉപചാര പൂജ എന്ന് പറയുന്നത് നല്ലൊരു താന്ത്രികനും നല്ലൊരു വൈദികനും കുറെ കാലം പഠിച്ച് മനസ്സിലാക്കി അഭ്യസിച്ച് പാരമ്പര്യമായിട്ട് ഗുരുപരമ്പരയിൽ നിന്ന് പഠിച്ച് വ്യവസ്ഥിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ എല്ലാവരും അത് സാധിക്കില്ല. അതിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ആ സ്ഥാനത്ത് ചതുഷ്ഷഷ്ടി ഉപചാര പൂജയുടെ ഒരു സ്തോത്രമുണ്ടാക്കി ആ സ്തോത്രത്തിലൂടെ മാനസികമായി ഭാവന കൊണ്ട് അതാണ് പക്കലുള്ള എന്തൊക്കെയാണോ ഉപചാരങ്ങൾ ഉള്ളത് ആ ഉപചാരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കാൻ സാധിക്കുക. എത്ര വലിയ കാര്യമാണ്, എത്ര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, എത്ര ചാരിതാർത്ഥ്യം അവർക്ക് തോന്നും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ആ ഭക്തിയോട് ചെയ്യുമ്പോൾ. അപ്പൊ അതാണ് ഈ ആചാര്യസ്വാമിജികളുടെ ജഗദ്ഗുരു ഭാവത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്വൈതിയായിരിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് ലോകശങ്കരനായിരിക്കും. ശങ്കരം ലോകശങ്കരൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ അല്ല. അപ്പൊ ലോകർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിയമപ്രകാരമുള്ള സമ്പ്രദായ പ്രകാരമുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള പ്രേരണ കൊടുത്തു, വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു. ആ വ്യവസ്ഥയിലാണ് ഈ കലിയുഗത്തിന്റെ ഈ ഒരു അവസ്ഥയിലും നമ്മൾ ജീവിച്ചു പോകുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ കാരണം, ആചാര്യസ്വാമിജികളുടെ ഈ കൃതികളെ കുറിച്ച് ഇങ്ങനെ നിരന്തരം ഒരു മാസം പല രീതിയിലുള്ള വിഷയങ്ങൾ എടുത്ത് നിങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. നമ്മളെല്ലാം ദിവസവും നമ്മുടെ ആശ്രമങ്ങളിലും പാഠശാലകളിലും ഗുരുകുലങ്ങളിലും ഒക്കെ ദിവസവും സ്വാധ്യായം ചെയ്യുന്നുണ്ട്. പ്രതിദിനം അദ്ദേഹത്തിന്റെ ഭാഷ്യം നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ സാമാന്യമായിട്ട് എല്ലാവരും ചേർന്ന് നിങ്ങളെ മാതിരി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ കൂട്ടായ്മയിൽ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നുള്ളത് മഹത് കാര്യം തന്നെയാണ്. അത് എത്ര തന്നെ പ്രശംസിച്ചാലും അത് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ആചാര്യസ്വാമിജികളുടെ വ്യക്തിത്വം. അദ്ദേഹം സനാതന ധർമ്മത്തിന് തന്നുപോയത് അത്രയും കാര്യങ്ങളാണ്. അതിനെ ശരിയായ രീതിയിൽ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി എല്ലാവരെയും എത്തിക്കുക, പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക്, യുവാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള നമ്മുടെ വലിയൊരു ദായിത്വമാണ്. അപ്പൊ അത് നമുക്ക് സാധിക്കണം. കാരണം ആചാര്യസ്വാമിജികളെ കുറിച്ച് അനേകം വാദങ്ങൾ
വിവാദങ്ങൾ ഒക്കെ ഉള്ളത് നമുക്കറിയാം. അവിടെയുള്ള തെറ്റിദ്ധാരണകൾ കണ്ടെത്തി ഈ സ്തോത്രങ്ങളിൽ നോക്കൂ. ഇപ്പൊ സ്തോത്രങ്ങൾ തന്നെ എടുത്താൽ, സ്തോത്രങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും സാമാന്യമായ കൃതികളായിട്ടാണ് സ്തോത്രങ്ങളെ കണക്കാക്കുന്നത്. എത്ര സുന്ദരമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മഹാനായ ഒരു വ്യക്തിയെ എങ്ങനെയാ പറയാൻ സാധിക്കുക? അതിന് അദ്ദേഹത്തിന്റെ പേരിൽ എങ്ങനെയാ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക? ഏത് രീതിയിൽ നോക്കിയാലും അത് വളരെ ശുദ്ധമായിട്ടുള്ള ഒരു ഉദ്ദേശം, ലോക ശങ്കരൻ എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് ആചാര്യസ്വാമിജികൾ ഉണ്ടായത്. ഇനി മറ്റൊന്ന് സ്തോത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത് മാനസ പൂജ എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. കാരണം പലരും ഈ മാനസ പൂജ, ശിവമാനസ പൂജ, ഈ മാനസ പൂജയൊക്കെ ഉണ്ടല്ലോ, നിർഗുണ മാനസ പൂജ വരെയുള്ള മാനസ പൂജയുണ്ട്. അപ്പൊ മാനസ പൂജ എന്നുള്ള ഈ വ്യവസ്ഥ എങ്ങനെ ആചാര്യസ്വാമിജികളോട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു കാരണം? ഇപ്പൊ ശിവമാനസ പൂജയെ പോലുള്ള പൂജ നമ്മൾ നോക്കുമ്പോ സ്തോത്രത്തിൽ രത്നേ കൽപ്പിതമാസനം ഹിമജലേ എന്ന് തുടങ്ങുന്ന ആ സ്തോത്രം പൂർണ്ണമായിട്ടും ശിവ ഉപാസന ചെയ്യുന്ന ഒരാളിന് അയാളുടെ ഉപാസനാ പദ്ധതിയെ, ഉപാസന നിഷ്ഠയെ നിരന്തരം നടത്തിക്കൊണ്ടു പോകാൻ, സൗകര്യമുള്ളപ്പോഴും അസൗകര്യമുള്ളപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് അതിന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, മാനസികമായിട്ട് ജപം ചെയ്യുന്നത്, മനസ്സുകൊണ്ട് ചെയ്യുന്ന ജപം ഉത്തമമായിട്ടാ പറയുന്നത്. വൈഖരി, ഉപാംശു, മാനസം 3 തരത്തിലാണല്ലോ ജപം പറയുന്നത്. അതിൽ വൈഖരി ജപത്തിൽ തുടങ്ങി, ഉച്ചത്തിൽ പറഞ്ഞു തുടങ്ങി, പിന്നെ അത് ഉപാംശുവായി പതുക്കെ ചൊല്ലുക, ചുണ്ടനക്കി ചൊല്ലുന്നതായിട്ട് സ്വയം മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ചൊല്ലുക. അത് കഴിഞ്ഞ് മാനസിക ജപമാവണമെന്നാണ്. പിന്നെയാണ് അത് അജപം എന്ന അവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ അതുപോലെ മാനസികമായി ചെയ്യുന്ന ആചാരങ്ങൾ, ഉപചാരങ്ങള്, ഭഗവാന്റെ സേവയായിട്ട് ചെയ്യുന്ന ആചാരങ്ങൾ, ഉപചാരങ്ങള്, അത് ബാഹ്യമായിട്ട് ചെയ്യുന്നതിനേക്കാളും ഫലമുള്ളതാണ്. അല്ലെങ്കിൽ ബാഹ്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ മാനസിക പൂജ ചെയ്യാം എന്ന ഒരു വലിയൊരു മാറ്റമാണ്, ഒരു പുതിയ ഒരു ഒരു റെവല്യൂഷനാണ് ആചാര്യസ്വാമിജികള് ഈ മാനസ പൂജ എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ ആ മാനസ പൂജ ഇതിനു മുമ്പ് വേറെ ആരും മറ്റ് സ്തോത്രങ്ങളിലും എവിടെയും ഈ മാനസ പൂജ കൺസെപ്റ്റ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ചോദ്യം വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് വൈദികമാണോ, ഇത് ധർമാനുസൃതമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ആചാര്യസ്വാമിജികള് ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യവും അശാസ്ത്രീയമായിട്ട് ഇല്ല എന്ന് ഞാൻ ഇന്നലെ ഉദ്ഘാടനം പറയുന്ന കൂട്ടത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട്. ശാസ്ത്രവിഹിതം ആയിട്ടുള്ള ഒന്നും അകർത്തവ്യതമില്ലാതെ കർമ്മകാണ്ഡത്തെ ആചാര്യസ്വാമിജികൾ ഖണ്ഡനം ചെയ്തു എന്ന് പറയുമ്പോ അവിടെ ഖണ്ഡനം ചെയ്തത് കർമ്മകാണ്ഡത്തിന്റെ അവരുടെ ഫിലോസഫിയാണ്. അവർ കൽപ്പിച്ചു വെച്ചിരുന്ന കുറെ ഫിലോസഫി ഉണ്ട്. വേദത്തിന്റെ മന്ത്രങ്ങൾ എടുത്ത് അവർ വ്യാഖ്യാനിച്ച കുറെ അർത്ഥങ്ങളുണ്ട്. അതിനെയാണ് അവിടെ ഖണ്ഡനം ചെയ്തത്. മീമാംസ ഒക്കെ പഠിക്കുന്നവർക്ക് അത് അറിയാവുന്ന. അപ്പൊ മാനസ പൂജയുടെ മൂലം വൈദികമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതും വേദസംബന്ധമായിട്ടാണ്. വേദത്തിന് കർമ്മകാണ്ഡങ്ങളും മറ്റും ചെയ്യുമ്പോ അവിടെ മാനസികമായിട്ട് ചെയ്യുന്ന ധ്യാനങ്ങളും ഉപചാരങ്ങളും ഉണ്ട്. അതുപോലെ അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഉപനിഷത്തിന് ആ കർമ്മം മുഴുവൻ ഉപാസനയായിട്ട് സങ്കല്പിച്ച് പറയുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ബൃഹദാരണ്യക ഉപനിഷത്തിലെ, നമ്മുടെ ഉപനിഷത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉപനിഷത്തുക്കളിൽ ഏറ്റവും ബൃഹത്തായ ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. അതിന്റെ 1-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ബ്രാഹ്മണം തന്നെ അശ്വമേധ ബ്രാഹ്മണം എന്നാണ്.
അപ്പൊ അതെന്താണ് പറയുന്നത്? അശ്വമേധയാഗം ചെയ്യാൻ സാധിക്കാത്തത്, അശ്വമേധയാഗത്തിന്റെ അതേ ഫലം കിട്ടുന്ന അശ്വമേധ യാഗ ഉപാസനയാണ്. അപ്പൊ അശ്വമേധയാഗം ചെയ്യാൻ, അശ്വമേധയാഗത്തിൽ യജമാനനാകാൻ ബ്രാഹ്മണർക്ക് അധികാരം, അതിന് ക്ഷത്രിയർക്ക് മാത്രമേ അധികാരമുള്ളൂ. ക്ഷത്രിയനും ചക്രവർത്തി രാജാവായിട്ടുള്ള ആളിന് മാത്രമേ അതിന് അധികാരം. അത് നമുക്ക് അറിയാവുന്നതാണ് ഈ രാജസൂയത്തെ കുറിച്ചും അശ്വമേധത്തെ കുറിച്ചും. എന്നാൽ കർമ്മങ്ങളില് ഏറ്റവും വലിയ പുണ്യം, പരമമായ പുണ്യം, പുണ്യത്തിന്റെ രീതിയിൽ ഏറ്റവും വലിയ പുണ്യം കിട്ടുന്നത് അശ്വമേധയാഗം കൊണ്ടെന്നാണ് പറയുന്നത്. അത് ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഭാഷ്യത്തിൽ തന്നെ ആചാര്യസ്വാമിജികൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു വാക്യം. അപ്പൊ ആ രീതിയിൽ അശ്വമേധയാഗം ഏറ്റവും ഫലമുള്ളതാണ്. പക്ഷെ അതിന് ചെയ്യാനുള്ള അധികാരികൾ, അതിന് യോഗ്യരായിട്ടുള്ളവർ നിശ്ചിതമാണ്. അതായത് അതൊരു റിസർവേഷൻ പോലെയാണ്, അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത്തരം ക്ഷത്രിയരായിരിക്കുക, രാജാവായിരിക്കുക, മഹാരാജാവായിരിക്കുക, ചക്രവർത്തി ആയിരിക്കുക, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് ഈ ഫലം എങ്ങനെ കിട്ടും? അതിനു വേണ്ടിയിട്ടാണ് അത് ഉപാസനയായിട്ട് വരുന്നത് എന്ന് അശ്വമേധ ബ്രാഹ്മണം എന്നുള്ള ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ ഭാഗമായിട്ടുള്ള അവിടെ പറയുന്നു. അവിടെ ഉപാസനയായിട്ട് അതിനെ മാറ്റി ഉപാസനാ രീതിയിൽ അത് കൽപ്പിച്ച് ആ അശ്വത്തെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, യാഗത്തിന്റെ അംഗമായിട്ടുള്ള എല്ലാം തന്നെ ഉപാസനയായിട്ട്, ഭാവനയായിട്ട് കൽപ്പിച്ചു. എന്നിട്ട് അത് യാഗം പൂർണ്ണമായതായിട്ട്. ഇതാണ് മാനസപൂജയുടെ വൈദികമായ പ്രമാണം. അതിന്നാണ് ആചാര്യസ്വാമിജികള് മാനസപൂജയെ രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അത്തരം അനേകം വൈശിഷ്ട്യങ്ങള് ഈ സ്തോത്രങ്ങളെ കുറിച്ചുണ്ട്. അപ്പൊ നമുക്ക് സമയം അത്രയില്ല ഓരോ സ്തോത്രങ്ങളുടെയും പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറയാനായിട്ട്. പക്ഷേ പാരിസ്ഥിതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, എൻവയോൺമെന്റലി പറയുന്ന ഇന്നത്തെ കാലത്ത് വളരെ പ്രസിദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ അവയർനെസ്സും ഈക്കോ ഫ്രണ്ട്ലി ലൈഫ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, പൊല്യൂഷനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ടത് ആചാര്യസ്വാമിജികളെ എഴുതിയിട്ടുള്ള നദീസ്തോത്രങ്ങള്, തീർത്ഥസ്തോത്രങ്ങള്, ഇതില് ഗംഗാ നദിയെക്കുറിച്ചും മണികർണിക ഘട്ടത്തെക്കുറിച്ചും യമുന, നർമ്മദ, കാശി, ഈ ഇത്തരം സ്തോത്രങ്ങളാണുള്ളത്. അപ്പൊ ഈ സ്തോത്രങ്ങള് ഇപ്പോ നർമ്മദാഷ്ടകം ഇതൊക്കെ നമ്മൾ നോക്കുമ്പോ അതിന് വർണ്ണിച്ചിരിക്കുന്ന ഭാവം നർമ്മദയെ ദേവിയായിട്ട്, ഒരു നദിയായിട്ടല്ല, ദേവിയായിട്ട് കൽപ്പിച്ചിട്ടാണ്, അമ്മയായിട്ട് കൽപ്പിച്ചിട്ടാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം. സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം നദികള് വെറും നദികളല്ല, ഒരു ജലപ്രവാഹമല്ല. പിന്നെയോ നദികള് ദേവീ രൂപങ്ങളാണ്, ചൈതന്യവത്തായ ദേവീ രൂപങ്ങളാണ്. അപ്പൊ ദേവിയുടെ രൂപത്തിലാണ് നദികളെ നമ്മള് പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും. ഇപ്പൊ നമുക്കറിയാലോ, സ്നാനാദി നിയമങ്ങളിൽ പെടുന്ന, സ്നാനം ചെയ്യുമ്പോ ചെയ്യേണ്ട നിയമങ്ങളൊക്കെ വരുന്നത് അവിടെ ഒരു നദിയെ വെറും ഒരു ജലമായിട്ട്, ജലസ്രോതസ്സായിട്ടല്ല കണക്കാക്കുന്നത്, അവിടെ ദേവിയുടെ ചൈതന്യത്തെയാണ് കണക്കാക്കുന്നത്. ആ രീതിയിലാണ് അവിടെ ആചാരങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മലിനമായ ശരീരത്തിൽ പോയിട്ട് അവിടെ സ്നാനം ചെയ്യാൻ പാടില്ലെന്നും ഒക്കെയുള്ള നിയമങ്ങൾ, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഒക്കെയുള്ള നിയമങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നദികളെ ദേവീഭാവത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നദികളെ സംരക്ഷിക്കുക എന്നുള്ള ഭാവം, ആദരിക്കുക എന്നുള്ള ഭാവം ഒരു സനാതന ധർമ്മിയുടെ, ഒരു ഹിന്ദുവിന്റെ മനസ്സില് തീർച്ചയായിട്ടും വരും. ഇത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് വർഷമായിട്ടും ഈ നദികളൊക്കെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഇപ്പൊ വ്യവസായവും മറ്റും അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന ഈ അവസ്ഥയില് നദികളെയൊക്കെ മലിനമാക്കുന്നതിന് ഒന്ന് താരതമ്യപ്പെടുത്താൻ അതിന്റെ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിയാൽ ഇതേ കാര്യം ഒരു 1000 വർഷം മുമ്പ് തുടങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ നദികളുടെ സ്ഥിതി എന്താവുമായിരുന്നു എന്ന് ചിന്തിക്കാം. അപ്പൊ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാവമാണ്. അത്തരം ഭാവത്തിലും
ആചാര്യസ്വാമിജികൾ സ്തോത്രരചനകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആചാര്യസ്വാമിജികളുടെ ആ ബ്രഹ്മജ്ഞാനത്തിന്റെ, അദ്വൈത ജ്ഞാനത്തിന്റെ, സർവവ്യാപകമായ ചൈതന്യ അനുഭവത്തിന്റെ ഒരു എന്താ പറയാ, ഒരു വെളിച്ചം, അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരം സവിശേഷതകള് ഓരോ സ്തോത്രങ്ങളെ കുറിച്ച് പറയാനുണ്ട്. വേദാന്ത സ്തോത്രങ്ങളായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു, വേദാന്തങ്ങളെ സ്തോത്രങ്ങളായിട്ട് രചിച്ച് പ്രകടമാക്കിയത് ആചാര്യസ്വാമിജികളുടെ ഒരു ഒരു സിഗ്നേച്ചറാണ്. അദ്ദേഹത്തിന്റെ ഒരു എഴുതുന്ന ആള് ഒരു സിഗ്നേച്ചർ ചെയ്യുമല്ലോ, അതുപോലുള്ളതാണ് എന്ന് പറഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തില് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വക്തവ്യം അവസാനിപ്പിക്കാം. അതിലാദ്യം തന്നെ ശ്രീ ഗണേശ പഞ്ചരത്ന സ്തോത്രം, ഉദാഹരാന്ത മോദകം സദാ വിമുക്തി സാധകം എന്ന് തുടങ്ങുന്ന സ്തോത്രം. അതില് ഗണേശ ഭഗവാനെ സാകാരമായിട്ടും സഗുണമായിട്ടും വ്യക്തമായിട്ടും ആ രീതിയിലാണ് വർണ്ണിക്കുന്നത്. ആ ഗണേശ ഭഗവാന്റെ ആകാരം, അതുപോലെ തന്നെ അദ്ദേഹം അനുഗ്രഹ വർഷ ചെയ്യുന്നതൊക്കെ അതിൽ വർണ്ണിക്കുന്നു. അതിൽ 5-ാമത്തെ ശ്ലോകത്തിന് ഈ വേദാന്തപരമായിട്ടുള്ള അർത്ഥം അവിടെ സൂചിപ്പിക്കുന്നത്. ഇതാന്തരാന്തകാന്തിമന്തകാന്തകാത്മജം അചിന്യ രൂപമന്തഹീനമന്തരായ കൃന്തനം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം. അപ്പൊ ആകാരത്തിൻ്റെതെല്ലാം വർണ്ണിച്ചതിന് ശേഷം 5-ാമത്തെ ശ്ലോകത്തിലെ മധ്യത്തിലായിട്ട് പറയുന്നത് അചിന്യ രൂപം അന്തഹീനം അന്തരായ കൃന്തനം. വാസ്തവത്തില് ഗണേശ ഭഗവാന്റെ രൂപം അചിന്യമാണ്. അപ്പൊ എങ്ങനെയാ അത് ശരിയാവുക? ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം ചിന്ത്യമായിട്ടുള്ള രൂപത്തെയാണ് പറഞ്ഞത്, സാകാരമായ രൂപത്തെയാണ് പറഞ്ഞത്. അചിന്യമാണെങ്കിൽ എങ്ങനെ ഈ രൂപവർണ്ണന സാധിക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില സാഹിത്യകാരന്മാര് ഇത് നോക്കുമ്പോ ഈ സാഹിത്യ വൈരുദ്ധ്യമൊക്കെ ഇതിൽ കാണാൻ പറ്റും, രസവൈരുദ്ധ്യമൊക്കെ ഇതിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ്. അപ്പോ അചിന്ത്യമായതിനെ ചിന്താ വിഷയമാക്കി പറഞ്ഞു എന്നാണ് ആചാര്യസ്വാമിജികൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അചിന്ത്യമായ ആ പരബ്രഹ്മത്തിന്റെ രൂപത്തെ ചിന്ത്യമായ രൂപത്തിൽ ആകാരത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വർണ്ണിച്ചു എന്നാണ്. അതെന്തിനാണ്? ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, സഗുണേഷു ഉപാസനേഷു ഉപയുജ്യതേ. സഗുണ ഉപാസനകൾക്ക് അത് ഉപയുക്തമാകുമെന്നുകൊണ്ട് എങ്ങനെയാണോ സർവവ്യാപകമായ സച്ചിദാനന്ദ സ്വരൂപം ശിവലിംഗമായി പ്രകടമായി എന്ന് ശിവപുരാണം പറയുന്നത്, നിരാകാരത്തിന്റെ സാകാര രൂപമായിട്ടുള്ള രൂപം ശിവലിംഗമാണെന്ന് പറയുന്നത്, അതുപോലെ ആ ആകാരത്തെ സ്വീകരിച്ചു. അപ്പൊ അവിടെ അചിന്യ രൂപം, അന്തഹീനം, അന്തമില്ലാത്തത്, അനന്തമായത് എന്നൊക്കെ പറയുമ്പോ അവിടെ ആത്മാവിന്റെ ലക്ഷണം, പരമാത്മാവിന്റെ ലക്ഷണമാണ് അവിടെ വർണ്ണിക്കുന്നത്, വേദാന്ത തത്വമാണ്. ഹൃദന്തരെ, ഹൃദയത്തിൽ, ആത്മാവിന്റെ സ്ഥാനം ഹൃദയത്തിലാണ് ഉപനിഷത്തുകൾ പറയുന്നത്. നിരന്തരം യോഗിന, അത് വ്യക്തമാണ്. അതായത് അങ്ങനെ ധ്യാനിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കുന്ന തത്വജ്ഞാനികളായിട്ടുള്ള ആ സാധകരുടെ മനസ്സില് ആ രൂപത്തിൽ, ആത്മാവിന്റെ രൂപത്തിൽ പ്രകടമാകുന്നു എന്ന് ആ ഗണേശ പഞ്ചരത്നത്തിൽ പറയുന്നു. അതുപോലെ ഗണേശ ഭുജംഗത്തെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു. ഭുജംഗപ്രയാസ സ്തോത്രത്തില് 8-ാമത്തെ ശ്ലോകം, അതിലും ചിദാനന്ദ സാന്ദ്രായ ശാന്തായ തുഭ്യം നമോ വിശ്വകർത്രേ ച ഹർത്രേ ച തുഭ്യം നമോനന്ദലീലായ കൈവല്യഭാസേ നമോ വിശ്വബീജ പ്രസീദേശ സൂനോ. അവിടെയും ആ വേദാന്ത തത്വം, വേദാന്തത്തിലൂടെ ഭക്തിയെ പ്രകടമാക്കുമ്പോ വേദാന്തത്തിന്റെ തത്വങ്ങളും ഓർക്കണമല്ലോ. വേദാന്തത്തിന് വേണ്ടിയാണ് ഭക്തി സാധനയായിട്ട് ഉപയോഗിക്കുക എന്ന് വരുമ്പോ വേദാന്ത തത്വങ്ങളും ഓർക്കേണ്ടതാണ്.
അപ്പൊ അതുകൊണ്ട് അവസാന ശ്ലോകത്തിലെ പറയുകയാണ് ചിദാനന്ദ സാന്ദ്രായ, അല്ലയോ അങ്ങയുടെ സ്വരൂപം ചിദാനന്ദ സാന്ദ്രമാണ്, ശാന്തമാണ്, ആത്മാവിന്റെ സ്വരൂപമാണ്. വിശ്വകർത്താവ് ജന്മാദ്യസ്യ എന്നൊക്കെ സൂത്രത്തിൽ പറയുന്ന ഈ വിശ്വത്തിന്റെ കർത്താവായിരിക്കുന്നത് അങ്ങാണ്. കർത്രേ, വിശ്വത്തെ സൃഷ്ടിക്കുന്നതും സ്ഥിതിയിൽ നിർത്തുന്നതും ഉപസംഹരിക്കുന്നതും എല്ലാം അങ്ങാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ എവിടെയാണോ പറയുന്നത് വേദാന്ത നിയമം അനുസരിച്ച് അതാണ് ബ്രഹ്മം. ഇപ്പോ ശ്രീമദ് ഭാഗവതത്തിലും ജന്മാദ്യസ്യേതോന്മയാദി തരതഃ എന്ന് ആ ശ്ലോകത്തിന്റെ വർണ്ണന ആരംഭിക്കുമ്പോ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ധ്യേയമായിട്ടുള്ള പരബ്രഹ്മ രൂപത്തെ യഥോ വാചോ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന പോലെ യഥോ വായുമാനി ഭൂതാനി ജായന്തേ എന്ന് പറയുന്നത് പോലെ എല്ലാം ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത്, ഏതിലാണോ സ്ഥിതമായിരിക്കുന്നത്, ഏതിലാണോ ലിംഗത്തെ പ്രാപിക്കുന്നത്, അതാണ് പരമകാരണമായ തത്വം. ആ തത്വത്തെ ഇവിടെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമിജികള് പ്രകടമാക്കുകയാണ്. അങ്ങനെ ഓരോരോ ശ്ലോകങ്ങളില് ഇപ്പൊ ശിവഭുജംഗത്തിൽ നോക്കിയാൽ ശിവഭുജംഗത്തിലും അതുപോലെ രണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ അനാദ്യന്തമാദ്യം പരം തത്വമർത്ഥം ഇതാകാരമേകം തുരീയം ത്വമേയം പരിബ്രഹ്മമൃഗ്യം പരബ്രഹ്മരൂപം മനോവാഗതീതം മഹ ശൈവമീഢേ. അപ്പൊ ഇതാണ് അദ്വൈത തത്വത്തെ സ്തോത്രത്തിന്റെ രൂപത്തിൽ പ്രകടമാക്കുമ്പോൾ പറയാൻ സാധിക്കുക. രണ്ടും ചേർത്തിട്ടാണ് പറയുന്നത്. അനാദി, അനന്തം, ആദ്യം. ആദിയില്ലാത്തത്, എല്ലാത്തിന്റെയും കാരണമായിരിക്കുന്നത്. അന്തമില്ലാത്തത്, തത്വമാണ്, പരം തത്വമാണ്. ആ പരമമായ തത്വമായിരിക്കുന്നത് ചിതാകാരമാണ്. നോക്കൂ, എന്താണോ ഗണേശ സ്തോത്രത്തിൽ പറഞ്ഞത് എട്ടാമത്തെ ശ്ലോകത്തില്, അത് തന്നെ അതേ അർത്ഥത്തിലാണ് ഭുജംഗപ്രയാഗത്തില് ശിവഭുജംഗപ്രയാഗത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയും. അപ്പൊ ഇത് ആചാര്യസ്വാമിജികൾക്കല്ലാതെ വേറെ ആക്കാൻ സാധിക്കുക. ഇത് ആർക്കും കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്, അതിന്റെ ഒരു സ്വഭാവമുണ്ട്. അപ്പോ സാഹിത്യ വർണ്ണനയിൽ പോകുന്നത്, അതാണ് ഞാൻ നേരത്തെ അതിനെക്കുറിച്ചൊരു ഭൂമിക പറഞ്ഞത്. സാഹിത്യ വർണ്ണനയിൽ സാഹിത്യാത്മകമായി ചിന്തിക്കുന്ന ഒരാളിന്, ഒരു കവിക്ക് ഒരിക്കലും തത്കാലത്തിലെ താത്വിക തത്വരൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കില്ല. അത് സാഹിത്യകാരന്മാരായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായി. കാരണം അതൊരു സ്വാഭാവിക രീതിയിൽ തന്നെ ഒരു വൈരുദ്ധ്യമാണ്. ചിതാകാരമേകം തുരീയം ത്വമേയം, തുരീയമായിരിക്കുന്ന ആ പദം ഹരിബ്രഹ്മമൃത്യം, ഹരിയും ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ ഏതിനെയാണോ പ്രാപിക്കുന്നത് ആ പരബ്രഹ്മരൂപം മനോവാഗതീതം, ഏറ്റവും മഹത്തായത്, സർവവ്യാപകമായിരിക്കുന്നത്, അത് തന്നെയാണ് ഭഗവാന്റെ സ്വരൂപമെന്ന് അവിടെ വർണ്ണിക്കുന്നു. അപ്പൊ ആ ഒരു ശിവഭക്തൻ ഈ വർണ്ണന കേൾക്കുമ്പോ, ഈ വർണ്ണന വായിക്കുമ്പോ അയാളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ശിവൻ, ഭഗവാന്റെ ആകാരം ഇത് മാത്രമല്ല, വ്യാപകമായ ആകാരം ഭഗവാൻ ഉണ്ട്, പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് ഈശ്വരൻ എന്ന് തത്വബോധം അവിടെ ഉദിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. അതുപോലെ ശിവാനന്ദ ലഹരി ആചാര്യസ്വാമിജികളുടെ വളരെ രസകരമായിട്ടുള്ള, വളരെ ഭക്തി നിർഭരമായിട്ടുള്ള സമർപ്പണ ഭാവത്തിന്റെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന ഒരു സ്തോത്രമാണ് ശിവാനന്ദ ലഹരി. അനേകം വൃത്തങ്ങളിൽ, സുന്ദരമായ വൃത്തങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ നിങ്ങൾ വായിക്കണം. അത് സാഹിത്യത്തിന്റെ രീതിയിലും അതുപോലെ തന്നെ പരസ്പരം വിഷയങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു പ്രതിപാദന രീതി, എത്ര വലിയ സാഹിത്യകാരനായിരുന്നു ആചാര്യസ്വാമിജികളെന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം ഈ 100 ശ്ലോകങ്ങളില്ല എന്തെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം രീതിയിലാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അത്രയും സുന്ദരമാണ് ശിവാനന്ദ ലഹരി. ആ പേര് പോലെ തന്നെ ശിവ ആനന്ദ ലഹരി തന്നെയാണത്, സൗന്ദര്യ ലഹരി പോലെ. അവിടെ അവസാനത്തെ ശ്ലോകങ്ങൾ 91, 92, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 ശ്ലോകങ്ങളാണ്. അപ്പൊ അത് ഞാൻ പറയുകയാണ്.
ആദ്യാ വിദ്യാ ഹൃദ്ഗദാ നിർഗദാസീത് വിദ്യാ ഹൃദ്യാ ഹൃദ്ഗദാ ത്വത്പ്രസാദാത് സേവേ നിത്യം ശ്രീകരം ത്വത്പദാബ്ജം ഭാവേ മുക്തേർഭാജനം രാജമൗലേ ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി ദൗർഭാഗ്യ ദുഃഖ ദുരഹംകൃതി ദുർവജാംസി സാരം ത്വദീയ ചരിതം നിതരാം പിബന്തം ഗൗരീശവാമിഹ സമുദ്ധര സത്കടാക്ഷൈ. ആദ്യ അവിദ്യ ഹൃദ്ഗത നിർഗതാസീത്. ആദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ വേദാന്തത്തിലെ ടെക്നിക്കലി മൂലാവിദ്യ എന്ന് പറയുന്നതാണ് ആദ്യാവിദ്യ. എല്ലാ അവിദ്യകൾക്കും കാരണമായിരിക്കുന്ന എല്ലാ സൃഷ്ടിയുടെ വിക്രിയകൾക്കും കാരണമായിരിക്കുന്ന പരമമായ അവിദ്യ, ഏറ്റവും ആദ്യമായിരിക്കുന്ന അവിദ്യ, അങ്ങനെയുള്ള മൂലാവിദ്യ ഹൃദ്ഗത നിർഗതാസീത്. ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഹൃദയഗ്രന്ഥിയായിരുന്ന ആ വിദ്യ നിന്റെ ഭജനം കൊണ്ട് നിർഗതമായി എന്ന് ആചാര്യസ്വാമികൾ ഉദ്ഘോഷിക്കുക. വിദ്യാ ഹൃദ്ഗത ത്വത്പ്രസാദ. എന്താ ശബ്ദപ്രയോഗം നോക്കും. ഹൃദയത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ആത്മാവിന്റെ സ്വരൂപമായിട്ടുള്ള ആ വിദ്യ, ഹൃദ്ഗതയായിട്ടുള്ള വിദ്യ ത്വത്പ്രസാദാൻ ലബ്ധ. നിന്റെ പ്രസാദം കൊണ്ട് അതിപ്പോ ഹൃദയംഗതയായി. ഹൃദയത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ബ്രഹ്മജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ്, ബ്രഹ്മവിദ്യ. അതെനിക്ക് ലബ്ധമായി. സേവേ നിത്യം ശ്രീകരം ത്വത്പദാബ്ജം. എപ്പോഴും ആ മുക്തിയാകുന്ന പദത്തില്, മുക്തിയാകുന്ന സ്വരൂപത്തിൽ നിന്നുകൊണ്ട് നിന്നെ ഞാൻ സേവിക്കുന്നു, നിന്റെ പാതാരബിന്ദങ്ങളെ ഞാൻ സേവിക്കുന്നു എന്ന് പറയുമ്പോ മുക്തിയിൽ ആ സ്വരൂപത്തോട് ചേരുന്നു എന്നുള്ള, ഒന്നാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ രാജമൗലിയെ, ചന്ദ്രമൗലി എന്നുള്ള ആ സംബോധനയിൽ പറയുന്നു. തുടർന്ന് പറയുന്നത് ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി. ഇത് ദിവസവും നമ്മൾ പ്രാർത്ഥനയായിട്ട് ചൊല്ലാൻ പറ്റിയൊരു ശ്ലോകമാണ്. ദുരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി. ദുരിതങ്ങളെല്ലാം ദുരീകൃതങ്ങളായി. ദുരക്ഷരങ്ങള്, ഉച്ചാരണ പിശകുകൾ എന്നൊക്കെ നമുക്ക് പറയുന്ന ദുരക്ഷരങ്ങൾ, തെറ്റുകൾ എന്നൊക്കെ നമുക്ക് സാധാരണ പറയാം. അതെല്ലാം പോയി. ദൗർഭാഗ്യ ദുഃഖ ദുരഹംകൃതി ദുർവചാംസ് എല്ലാം ചേർത്തില്ലേ. ദൗർഭാഗ്യം പോയി, ദുഃഖം പോയി, അഹങ്കാരം പോയി, ദുർവചാംസി പോയി, ദുർവചസ്സുകൾ പോയി, ഇതെല്ലാം പോയി. ഇപ്പൊ എന്താ ഉള്ളത്? സാരം ത്വദീയ ചരിതം നിതരാം പിബന്തം. നിന്റെ സ്വരൂപ ചരിതത്തെ മാത്രം ഞാൻ നിരന്തരം പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്താണ് ഇനി വേണ്ടത്? മാം സമുദ്ധര സത്കടാക്ഷ. നിന്റെ സത്കടാക്ഷങ്ങൾ കൊണ്ട് എന്നെ ഉദ്ധരിക്കൂ. അത് പ്രാർത്ഥനയായിട്ട്, സമർപ്പണമായിട്ട് പറയുകയാണ്. കാരണം അവസാന ശ്ലോകങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതാണ് ആചാര്യസ്വാമിജികളുടെ സമർപ്പണ ഭാവത്തിലുള്ള ആ ഒരു സൗന്ദര്യം. പിന്നെ വേദാന്ത സ്തോത്രങ്ങളുടെ ഒരു ചെറിയ ഒരു പരിചയപ്പെടുത്തൽ വേണം. അതിൽ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് പറയാവുന്ന വേദാന്ത സ്തോത്രം, നിർഗുണമായിട്ടുള്ള വേദാന്ത സ്തോത്രം നിർവാണാഷ്ടകമാണ്. എന്നാൽ അതുപോലെ തന്നെ വേദാന്ത സിദ്ധാന്തത്തെ പ്രതിപാദിച്ചുകൊണ്ട് വർണ്ണിക്കുന്ന സ്തോത്രമാണ് ശ്രീ ദക്ഷിണാമൂർത്തി അഷ്ടകം എന്ന വിശ്വം ദർപ്പണദൃശ്യമാനനഗരേ തുല്യം നിജാന്തർഗതം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം. ഇത് ഈ ശ്ലോകത്തില്, ഈ ദക്ഷിണാമൂർത്തി അഷ്ടകത്തില് ദക്ഷിണാമൂർത്തിയെ ഭജിച്ചുകൊണ്ട് 9 ശ്ലോകങ്ങളാണ്. 10ാമത്തെ ശ്ലോകം സമർപ്പണമാണ്. ആ 9 ശ്ലോകങ്ങളില് വേദാന്തത്തിൽ, ഭാഷ്യങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള വേദാന്ത പ്രതിപാദന ശൈലിയില് വിസ്തരിച്ച് തന്നെ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് വിസ്താരം എത്ര വേണമെങ്കിലും ആകാം. അത്രയും വിസ്തരിച്ച് തന്നെ പറയാൻ സാധിക്കുന്ന രീതിയിൽ ഈ സ്തോത്രം തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഓരോ സ്തോത്രത്തെക്കുറിച്ചും, ഓരോ സ്തോത്രത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറയാനുള്ളതാണ്. ഈ സ്തോത്രത്തിന് ശങ്കരാചാര്യ സ്വാമിജികളുടെ സാക്ഷാത് ശിഷ്യനായിട്ടുള്ള സുരേശ്വരാചാര്യ സ്വാമിജികൾ, അദ്ദേഹം മാനസോല്ലാസം എന്ന പേരില് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഈ സ്തോത്രം വായിക്കുമ്പോൾ, ഈ സ്തോത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ആ സുരേശ്വരാചാര്യ സ്വാമിജികളുടെ മാനസോല്ലാസ
വ്യാഖ്യാനത്തോട് കൂടി വായിക്കണമെന്നാണ് പറയാൻ സാധിക്കുക. കാരണം ഈ സ്തോത്രത്തിന്റെ ശരിയായിട്ടുള്ള വ്യാപകത, ഈ സ്തോത്രത്തിലുള്ള ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള സയന്റിഫിക്കലി ഉള്ള അപ്രോച്ച്, താത്വികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സാധനാപരമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ, അതിന്റെ രഹസ്യം, ആന്തരിക രഹസ്യം തിരിച്ചറിയണമെങ്കിൽ ആചാര്യസ്വാമിജികളുടെ തന്നെ ശിഷ്യനായിട്ടുള്ള, അപ്പൊ എത്രയോ തവണ നേരിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തിന്റെ ആ വ്യാഖ്യാനത്തോടു കൂടി മനസ്സിലാക്കണം. അത് മാനസോല്ലാസം എന്നാണ് അതിന്റെ പേര്. അതിന് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഒക്കെ ഉണ്ട്. മലയാളത്തിൽ അങ്ങനെ വ്യാഖ്യാനമുണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. മാനസോല്ലാസത്തോടു കൂടി കണ്ടിട്ടില്ല, ഉണ്ടാകാൻ സാധിക്കും.